ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ടെൻഷനുള്ള വീഡിയോ തന്നെയാണ്. കാരണം എന്താ, ഞാൻ ആദ്യമായിട്ടാണ് ലെൻസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രം. അപ്പം ഇവിടെ ബാക്ക് മഞ്ഞുണ്ട്, ആരുണ്ട്, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി. നമുക്ക് ഏതായാലും വീഡിയോയിലിട്ടോ. ഇത് ആക്വാ കളർ ക്യാൻഡി പാക്ക് ആണ്, നമ്മുടെ ലെൻസ് കാർഡിന്റെ ആണ്. ഞാൻ ഇത് മേടിച്ചത് 189 റുപ്പീസിന്. പക്ഷേ ഇതിനാകെ 200 റുപ്പീസേ ഉള്ളൂ. ഇതിൽ വലിയ ലാഭമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരാഗ്രഹമല്ലേ, നമ്മളെന്തായാലും കൊച്ചു കൊച്ചു ആഗ്രഹമല്ലേ, അതെല്ലാം ഒന്ന് നമ്മൾ സാധിച്ചെടുക്കേണ്ടതായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ പാക്ക് പൊട്ടിക്കുവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനുവിനെയാണ് നോക്കുന്നത്, മനുവിടെ റിയാക്ഷൻ. ഓക്കെ, ഇതിന്റെ ഇത് യൂസ് ആൻഡ് ത്രോ ആണ്, ഒറ്റ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് കുറെ ദിവസം, അതായത് പിന്നെയും റീയൂസബിൾ ആയിട്ടുള്ള കുറെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മേടിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വെക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരാഗ്രഹം തോന്നിയത് കൊണ്ട് വെക്കുമ്പോൾ ഒന്ന് നല്ലത് വെക്കണമല്ലോ. നമ്മൾ ലോക്കലായിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഞാൻ വെക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിന്റെ വിശ്വാസം മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. എല്ലാവരും വെക്കാം, പറഞ്ഞോ? വെച്ച. ഓക്കെ, ഇതിന്റെ കളർ വരുന്നത് സ്റ്റോമി ഗ്രേ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഏത് അയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കൈ കഴുകിയിട്ടാണ് ഇരിക്കുന്നത്. വേണേ ഞാൻ പോയിട്ടൊന്ന് കഴുകിയിട്ട് വരും ഒന്നുകൂടി. ഭയങ്കര പാക്കിംഗ് ആണ്, ഭയങ്കര സ്റ്റിക്കർ അല്ല ഇതിന്. നല്ല വ്യത്യാസം. മലയാളം മിണ്ടണം, ഇങ്ങനെ മിണ്ടിയ ഇവിടെ ആർക്കും അറിയത്തില്ല. മനസ്സിലായോ? ഇവിടെ റൈറ്റ് ആയി ലെഫ്റ്റ് ആയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് പവർ വരെ ഉണ്ടോ? ഇല്ല. കോൺടാക്ട് ലെൻസ് 42% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഡേ 1 കളർ കണ്ടുള്ളൂ. നോട്ട് ഫോർ ഇൻഡിവിജ്വൽ റീസെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം അയക്കട്ടെ. നോക്കട്ടെ, ആ പാക്ക് നോക്കട്ടെ. ഞാൻ കൂടുതലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതിനെക്കുറിച്ച് എങ്ങനെയാണെന്നോ എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു നമുക്ക് ഒരെണ്ണത്തിന് വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് എടുക്കാം. ഇതിപ്പോ ഞാൻ 2 ഒരു പാക്കാണ് മേടിച്ചിരിക്കുന്നത്. ഒരെണ്ണമായിട്ട് കിട്ടും കേട്ടോ. യെസ്, ഇതിനകത്ത് വെള്ളത്തിലാണ് ഇതിനകത്ത് ഇതിട്ട് വെച്ചിരിക്കുന്നത്. ഇത് റീയൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് വെച്ച് ഇട്ട് വെക്കാനുള്ള വെള്ളം വരെ കിട്ടും. അതൊന്നും ഞാൻ മേടിച്ചില്ല. ഇത് റീയൂസബിൾ അല്ല. വൺ ടൈം യൂസ് ആയിരിക്കും. റീയൂസബിൾ അല്ല. അയ്യോ, ഇത് നല്ല ടെൻഷൻ ഉണ്ട്. കൈ കഴുകിട്ടല്ലേ? അപ്പൊ ഞാൻ കൈ കഴുകിട്ട് വരാം. ഞാൻ കൈയെല്ലാം കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തുറക്കാം. നല്ല ടെൻഷൻ ഉണ്ട്. നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്. എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ മഞ്ഞ എന്റെ ചോദിക്കാം, ആവശ്യമില്ലാത്ത പരിപാടിക്ക് എന്തിനായി പോകാം. ഈ ഒരു വിരൽ അല്ലെങ്കിൽ ഈ ഒരു വിരലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ ഒരു വിരൽ വെച്ചിട്ട് എടുക്കാം. ഓ ഗൈസ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓ അറിയണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, കണ്ടോ? ഇതാണ് സാധനം. ഇതെല്ലാരും ഇവിടെ ആവേശത്തോടെ നോക്കുന്നുണ്ട്. കണ്ടോ? കാണുന്നല്ലോ. ഇത് നമുക്ക് വെക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കൈകാരോ മൊബൈലത്തോ ഇവിടെ തന്നെ ആരും ഇതൊന്ന് പിടിച്ചതാ. ഇവിടെ ആരും ഉണ്ട്. ആരും കണ്ടോ? കൈ കാണുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യും? ഇതെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നല്ല ടെൻഷൻ. ഞാൻ മേളോട്ടാണ് നോക്കുന്നത്. നില പറയണം. കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല. അല്ലാതൊക്കെ അല്ലാതൊക്കെ അതെ. ടെൻഷൻ പെട്ടെന്ന് പറയത്തില്ല, താഴെ പോകുന്നത്. വെക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണ് തുറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. നോക്കൂ, ഇതെങ്ങനെയാണ് വെക്കുന്നത്? ഓ മൈ ഗോഡ്. ഹായ്, കൊള്ളാം. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അത് അതിനകത്തുണ്ടോ? ഉണ്ട്. അതൊന്നും തൊടല്ലേ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കേട്ടോ. എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ റെഫറൻസ് ചെയ്തിരുന്നു. ടെൻഷൻ ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. പക്ഷെ ഇതെനിക്ക് ഇങ്ങനെ ഉരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അത് ലാസ്റ്റ് ഒരു വീഡിയോ കാണിക്കാൻ. ഞാൻ ഇതേതായാലും കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. അതൊന്നും കയറി പോയില്ലല്ലോ. ഞാൻ പിടിക്കാം.
ഓക്കെ, നമ്മുടെ അടുത്ത് ഇടാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. വാ സൂപ്പർ. ഇനി വേണമെങ്കിൽ നമുക്ക് റീയൂസബിൾ കോൺടാക്ട് ലെൻസ് മേടിക്കാം. പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ലൊരു ബ്രാൻഡ് നോക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെല്ലാം കാണുന്നുണ്ട്. ചെയ്തോ ഈ കണ്ണാണ് ഞാൻ എങ്ങനെ പോയി എനിക്ക് പിടിക്കാൻ പോലും പറ്റില്ല. ആരും എല്ലാം മേടിച്ചു കൊടുക്കണം, പക്ഷെ ഒന്നും ചെയ്തു തരത്തില്ല കേട്ടോ. നമുക്ക് കാണുന്നുണ്ടല്ലോ എന്നെ അല്ലേ? കാണുന്നുണ്ടോ? വിട്ടോന്ന് മതി കൂടാം. സോറി കേട്ടോ, വിട്ടോ വിട്ടോന്ന് പറയുന്നുണ്ടോ? പക്ഷെ എന്നെ കാണണ്ടേ? എവിടെ? അയ്യോ കളയല്ലേ? കിട്ടി കിട്ടി. നോക്കട്ടെ, താഴെ ഒന്നും മീനില്ലേ? ഇതിൽ ഇച്ചിരി പാടാൻ തോന്നുന്നു. ഇതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഓ മൈ ഗോഡ്. വാ ഗൈസ്, നിങ്ങൾ നോക്കൂ, എനിക്ക് ഈ കണ്ണിൽ തടയുന്ന പോലെ. കുഴപ്പമൊന്നുമില്ല, കുറച്ചേരം കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. മങ്ങുന്നുണ്ട്, നന്നായിട്ട് മങ്ങുന്നുണ്ട്. അപ്പോ എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. ലെഫ്റ്റ് സൈഡ് എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് റൈറ്റ് സൈഡ് ആയിരുന്നു പ്രശ്നം. എനിക്ക് അറിയത്തില്ല എന്ത് പറ്റുന്നത്. പക്ഷെ പ്രതീക്ഷിക്കുന്ന അത്രയും വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി നമുക്ക് ഊരുന്ന വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ഒരുത്തില്ല, ഞാൻ അമ്പലത്തിലെല്ലാം പോകാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് കാണാം. ഹലോ. അപ്പോൾ ഈ ദിവസം മൊത്തവും ഞാൻ ഈ ഒരു ലെൻസ് വെച്ച് നടക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയി ഒന്നും ഇല്ലെങ്കിൽ അപ്പം വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മങ്ങുന്നുണ്ട്, അല്ലാതെ ഫുള്ളായിട്ട് കാണാതിരിക്കാൻ പറ്റുന്നൊന്നും തോന്നില്ല. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൂടി നോക്കാം. ഓക്കെ, ചുമ്മാ തൊട്ടാൽ മതി ആര് പറയുന്നത്, നമുക്ക് നോക്കാം. ഒരു ഹാക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെയല്ല റിമൂവ് ചെയ്യുന്നത്. പക്ഷെ റിമൂവ് ആവുന്നില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതിന് കൂടുതൽ മറ്റേ വെള്ളം വേണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെയും കൂടി ഊരാം. നമുക്കൊരു പ്രശ്നം വരും ഇത് വെക്കുമ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ റീയൂസബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അതെ, ഇതാണ് ഇത് രണ്ടും. ഈ രണ്ട് കളറാണ് വരുന്നത്. റീയൂസബിൾ അല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും ഞാൻ ഇത്രയും വെക്കുന്നുണ്ട്, ഞാൻ കളയും. ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അതിന് എന്താന്ന് കാണണം. വയലുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇത് ഞാൻ പറയാം. അപ്പം അതെ, ആര് പറയും? ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എന്നിട്ട് ഈ വീഡിയോ കാണുള്ളൂ. എന്നിട്ട് കാണണം, അങ്ങനെയല്ല, എന്നാലും വീഡിയോ കാണണം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു എന്താ സ്റ്റോമി ഗ്രേ എന്നാണ് ഇതിന്റെ ആ ഒരു ഷെയ്ഡിന്റെ പേര്. ആക്വാ കളർ ക്യാൻഡി പാക്ക്. കുഴപ്പമില്ല, ഒരു ദിവസത്തേക്ക് നല്ലതാണ്. ഇത് എപ്പോഴൊന്നും യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. ജസ്റ്റ് ഇന്ന് അതെങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം ഇനിയും ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയുള്ള വീഡിയോ. ബൈ.